ഈ CPM-നെ കൊണ്ട് സത്യം പറഞ്ഞാൽ പൊറുതിമുട്ടിയ സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നീങ്ങുന്നുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നത്. എന്നാൽ CPM-നെ കൊണ്ടല്ല, അതിലെ ചില നേതാക്കളെ കൊണ്ടാണ് പൊറുതിമുട്ടിയിരിക്കുന്നത് എന്ന വിശദീകരണം ഒന്ന് ആഡ് ഓൺ ചെയ്യുകയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറയാം. ഇപ്പോഴത്തെ KK ശൈലജയൊക്കെ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. വടകരയിലെ KK ശൈലജയുടെ തോൽവിക്ക് പുതിയൊരു മാനം നൽകുന്ന നിലപാട് വിശദീകരണവുമായി P ജയരാജൻ രംഗത്ത് വരികയാണ്. CPM സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായാണ് P ജയരാജൻ രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വം അപ്പാടെ അമ്പരന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഭാവിയിൽ KK ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു ജയരാജന്റെ പരാമർശം. അതിന് വടകര തോൽവിയെ തന്നെ ജയരാജൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ശൈലജയുടെ ജനകീയത തകർക്കാൻ വേണ്ടിയാണ് വടകരയിൽ അവരെ മത്സരിപ്പിച്ചത് എന്ന വാദം ചില കോണുകൾ ഉയർത്തിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ജയരാജന്റെ വിശദീകരണം. വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരു ആഗ്രഹമുണ്ട്. അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചത് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരക്കാരുടെ ആഗ്രഹം കൂടിയാണ് ആ തോൽവിക്ക് കാരണം. ജയരാജൻ വ്യക്തമായി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്ന യോഗത്തിലാണ് ശൈലജയ്ക്ക് വേണ്ടി ജയരാജൻ വാദിച്ചത്. 5 കൊല്ലം മുമ്പ് വടകരയിൽ തോറ്റത് ജയരാജനായിരുന്നു. ഇതോടെ വടകരയിൽ നിന്നും ജയരാജൻ ഒതുക്കപ്പെട്ടു. അങ്ങനെയൊരു നേതാവാണ് ശൈലജയ്ക്ക് വേണ്ടി തോൽവിയിലും ഭിന്നമായ വാദമുഖം ഉയർത്തുന്നത് എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. മുഖ്യമന്ത്രി മാറണമെന്നോ പകരം KK ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രി മുഖത്തെ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് ആരും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ചർച്ച CPM നേതൃയോഗത്തിൽ ഉയർത്തിയിട്ടേയില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന പരാമർശമാണ് ജയരാജൻ നടത്തുന്നത്. കേരളത്തിലെ തോൽവി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാക്കും. പിണറായിയും തോൽവിക്ക് ഉത്തരവാദിയാണ് എന്ന വിലയിരുത്തൽ CPM കേന്ദ്ര നേതാക്കൾക്കുണ്ട്. ഇതിനിടെയാണ് പുതിയൊരു അഭിപ്രായ പ്രകടനം പാർട്ടിയിൽ ഉയർന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുണ്ടെന്നും അത് 28 മുതൽ 30 വരെ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നൽകുമെന്നുമായിരുന്നു യെച്ചൂരി നൽകിയത്. പിണറായി വിജയൻ രാജിവെക്കുമോ ഇല്ലയോ, നേതൃമാറ്റം ഉണ്ടാകുമോ നടക്കമുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കാരണമായി എന്ന യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് P ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത്. വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല. എന്നാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകേണ്ടി വരുമെന്ന സൂചനകളുണ്ട്. ശൈലജയും കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അവിടെ ശൈലജ പറയുന്ന നിലപാടും നിർണായകമാവുകയാണ്. CPM നേതാവ് KK ശൈലജയെ 1,14,506 വോട്ടുകൾക്ക് വീഴ്ത്തിയാണ് ഷാഫി പറമ്പിൽ UDF-നായി വടകര മണ്ഡലം ഇത്തവണ നിലനിർത്തിയത്. ഷാഫിക്ക് 5,57,528 വോട്ടുകൾ ലഭിച്ചപ്പോൾ ശൈലജ ടീച്ചറിൽ കിട്ടിയത് 4,43,022 വോട്ടുകൾ മാത്രം. BJP സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്ക് 1,11,979 വോട്ടുകളും കിട്ടി. സംസ്ഥാനത്ത് ഇത്തവണ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലം തന്നെയായിരുന്നു വടകര. ഇടതു പാർട്ടികൾക്ക് വേരോട്ടമുള്ള മണ്ണാണെങ്കിലും വടകര പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ കുറച്ചുകാലമായി UDF-നൊപ്പമാണ്. 2009 ശേഷം ഒരിക്കൽ പോലും ഇടത് സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര. ഇത്തവണ 2 സിറ്റിംഗ് MLA മാർ ലോക്സഭയിലേക്ക് മത്സരിച്ച ഏക മണ്ഡലവും ഇതുതന്നെയായിരുന്നു.